ബിഗ് ബോസ് മലയാളം സീസൺ 7 ഈ ലൈവ് ആണെങ്കിലും എപ്പിസോഡ് ആണെങ്കിലും കാണുന്നവരായിരിക്കും എല്ലാവരും. നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? പക്കാ ബോർ. സത്യത്തിൽ ബോറടി ആയിരുന്നു. ഇനിയിപ്പോൾ അങ്ങോട്ടൊക്കെ അങ്ങനെ ആയിരിക്കാം. എന്നാലും ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നെവിനെ പോലുള്ളവർ അവിടെ നിൽപ്പുണ്ട്, അനുമോളുണ്ട്. അപ്പം എങ്ങനെയാണെങ്കിലും അവിടെ ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. എന്നാലും മറ്റത് വലിയൊരു കണ്ടന്റുകളൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. പിന്നെ അവിടെ വലിയ കണ്ടന്റും വേണമെങ്കിൽ കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാവണം. അതുണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അത് പറയാൻ കാര്യം, ഇന്ന് ശോകമായിരുന്നു എപ്പിസോഡും ലൈവും എന്ന് പറഞ്ഞാലും അവിടെ മൂന്നാല് കാര്യങ്ങൾ നമുക്ക് എടുത്തു പറയാനുണ്ട്. ഇന്ന് ലൈവ് കണ്ടവർക്ക് പ്രത്യേകിച്ച് ഞാൻ പറയുന്ന കാര്യം മനസ്സിലാവും. ഈ നൂറയും ആദിലയും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ടിക്കറ്റ് ഫിനാലെ കിട്ടിയ കാര്യങ്ങൾ, അതുപോലെ തന്നെ ലാലേട്ടന്റെ കയ്യിൽ നിന്ന് എനിക്ക് അങ്ങനെ കിട്ടിയ ഭയങ്കര അത്ഭുതമായി പോയി, ഞാനിതൊന്നും പ്രതീക്ഷിച്ചില്ല എന്നുള്ള രീതിയിലൊക്കെ നൂറയും ആദിലയും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ വലിയൊരു ഗെയിമേഴ്സ് ആണ്. ആ ഗെയിമേഴ്സിന്റെ നിലയിൽ എനിക്ക് ഭയങ്കര സപ്പോർട്ട് ഉണ്ട് വെളിയിൽ, അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കാൻ റിസർവ് ആണ് എന്നൊക്കെയുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നത് വലിയൊരു ഹ്യൂജ് ഫാൻസ് ഇവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു അഹങ്കാരം എന്ന് വേണമെങ്കിലും പറയാം, അല്ലെങ്കിൽ അവരുടെ കോൺഫിഡൻസ് എന്ന് വേണമെങ്കിലും പറയാം. നൂറ കൂടുതലും ഈ ടിക്കറ്റ് ഫിനാലെ കിട്ടിയതും ആദിലയുമായിട്ട് സംസാരിക്കുമ്പോൾ രണ്ടുപേർക്കും ഇപ്പോൾ ടോപ്പ് 5 ഇപ്പൊ ആദിലയ്ക്കും ഇപ്പോൾ ടോപ്പ് 5 വരണം എന്നുള്ളൊരു ആഗ്രഹം വന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ നൂറ അവിടെ വന്നതുകൊണ്ട് ഇനി പണപ്പെട്ടി എനിക്ക് കിട്ടുമോ എന്നുള്ളൊരു സംശയമുണ്ട്. പണപ്പെട്ടിയുടെ ടാസ്കിനെ കുറിച്ച് സംസാരിക്കുകയും അനുമോളും ആദിലയും നൂറയൊക്കെ സംസാരിക്കുന്നത് ലാലേട്ടൻ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ബിഗ് ബോസ് അതിന് ഒരു 8ന്റെ പണി കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ പണ്ടത്തെ പോലെ കൊണ്ടുവച്ചിട്ട് 5 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം എന്നല്ല, ഓരോ സമയത്ത് ഓരോ രീതിയിലാണ്. എവിടെയൊക്കെ എങ്ങനെയൊക്കെ വരുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പൈസ വരും, പക്ഷെ എടുത്തോണം, അത്രേ ഉള്ളൂ. അത് എങ്ങനെ എപ്പോൾ എവിടെ വരും എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അവിടെ സാധനങ്ങൾ റേഷൻ വന്നപ്പോൾ തന്നെ അവർക്ക് വന്ന റേഷൻ വന്നപ്പോൾ തന്നെ അവിടെയും ഒരു 15,000 രൂപ ഒരു ബോക്സിനകത്ത് അടച്ചു വെച്ചിട്ട് വന്നിരുന്നു എന്നുള്ളതാണ്. അപ്പം പല സമയങ്ങളിലും ഇനി പ്രതീക്ഷിക്കാമെന്നതാണ്. അല്ലാതെ പണ്ടത്തെ പോലെ ഇവ ഒരുപാട് പൈസ കൊണ്ട് വെക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷെ വെച്ചേക്കാം, ലാസ്റ്റ് സമയത്ത് എന്തായാലും ഒരു ട്വിസ്റ്റ് ഉണ്ടാവാം. ഈ ലാസ്റ്റ് ദിവസം ഇപ്പം വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ നമുക്കത് കാണാൻ പറ്റുമായിരിക്കാം. സാധാരണ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ തമിഴിലൊക്കെ കഴിഞ്ഞ സീസണിലാണ് തോന്നുന്നു, തമിഴിലൊക്കെ ഒരു ടാസ്ക് നടന്നിരുന്നു. ഈ ക്യാഷ് കൊണ്ടുപോയിട്ട് ഈ വെളിയിൽ വെക്കും എന്ന് പറഞ്ഞാൽ ഈ ബിഗ് ബോസ് ഹൗസിന് വെളിയിൽ വെക്കും. നമ്മളെ എല്ലാവരും എവിക്റ്റ് ആയി പോകുമ്പോൾ ഒരു വാതിലുണ്ടല്ലോ, ആ വാതിലിന് വെളിയിൽ വെക്കും. ആ വെളിയിൽ വെച്ച് കഴിഞ്ഞിട്ട് ഓടിപ്പോയിട്ട് അത് എടുത്തുകൊണ്ട് ഇത്ര ടൈം കൊടുക്കും. ഈ ടൈമിനുള്ളിൽ ആരാണോ ആ പൈസ എടുത്തുകൊണ്ട് തിരിച്ചു വരുന്നത് അവർക്കാണ് ആ ക്യാഷ് മൊത്തവും എന്ന് പറയുന്ന ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അതായിരിക്കുമോ ഇനി നടക്കുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അല്ല, കണ്ടിടത്തോളം ഞാൻ പറഞ്ഞതാണ്, ഇനി ട്വിസ്റ്റായിട്ട് കൊണ്ടുവരാൻ പറ്റിയാൽ ഇനി അതൊക്കെ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ പഴയതുപോലെ തന്നെ ലാസ്റ്റ് ദിവസം വ്യാഴാഴ്ച വെള്ളിയാഴ്ച ഒക്കെ ആയിട്ട് ഈ പണപ്പെട്ടി ഇങ്ങനെ കൊണ്ടുവരാം. ചിലപ്പോൾ വലിയൊരു ബോക്സിലൊക്കെ ഇതുപോലെ പണപ്പെട്ടി കൊണ്ടുവന്ന് 5ഉം 10ഉം ഒക്കെ ആയിട്ട് കാണിച്ച് ആ ഇഷ്ടമുള്ളവർ എടുത്തുകൊണ്ട് പോട്ടെന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കാം. എന്തായാലും ബിഗ് ബോസ് പണം കൊടുക്കാതിരിക്കത്തില്ല, അത് 100% ഉറപ്പാണ്. കുറഞ്ഞൊരു 7 ലക്ഷവും 10 ലക്ഷത്തിനിടയ്ക്ക് പൈസ എന്തായാലും അവിടെ കൊടുക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നൂറയുടെ കാര്യമാണ്. നൂറ നേരത്തെ ഈ ആദിലയും നൂറയും എക്സ്പോസ് ആയതാണ് പല കാര്യങ്ങളിലും. ഇപ്പോൾ ഒരു അഹങ്കാര മനോഭാവം തന്നെ മനസ്സിലുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ വലിയൊരു ഗെയിമറാണ്, സംസാരത്തിലൊക്കെ ആ ഒരു അഹങ്കാരം എനിക്ക് കാണാൻ സാധിച്ചു. ഇനി എത്ര പേർക്ക് അത് മനസ്സിലായി എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എനിക്ക് തോന്നിയത് ഇപ്പോൾ ആ ടിക്കറ്റ് ഫിനാലെ ജയിച്ചത് കൊണ്ടും അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും പുറത്താകാതെ നിൽക്കുന്നത് കൊണ്ടും രണ്ടുപേർക്കും കോൺഫിഡൻസ് കൂടി, കുറച്ച് ആത്മവിശ്വാസം കൂടി, അഹങ്കാരമായിട്ട് മാറിയിട്ടുണ്ടെന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ കണ്ട സ്ഥിതിക്ക് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ ഇന്നത്തെ എപ്പിസോഡ് വളരെ ശോകമായിരുന്നു. പിന്നെ അവിടെ നെവിൻ ഉള്ളത് കൊണ്ട് കുറച്ച് നമുക്ക് എന്റർടൈൻമെന്റ് എല്ലാം കാണാൻ പറ്റി. എങ്കിലും എനിക്ക് ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ലാലേട്ടൻ പറഞ്ഞത് മണി ബോക്സ് തൊടാൻ പാടില്ല, മണി എടുക്കാൻ പാടില്ല, ആ മണി ടാസ്കിൽ പങ്കെടുക്കാൻ പറ്റില്ല നിവിന്. അതായിരുന്നു നിവിന് കൊടുത്ത ശിക്ഷ. ആദ്യം കൊടുത്ത മണി ടാസ്കിൽ എല്ലാവരും പോയി പൈസ വിറക്കുമ്പോൾ ഈ പറയുന്ന നെവിനും പോയി ക്യാഷ് കയ്യിൽ എടുത്തുകൊണ്ട് വന്നിട്ട് സൂക്ഷിച്ചു വെക്കുകയും അത് പിന്നെ ബിഗ് ബോസ് പറയുകയും ചെയ്യുന്നുണ്ട് എത്ര രൂപ കയ്യിലുണ്ടെന്ന് ചോദിക്കുന്നു. എൻ്റെ കയ്യിൽ ഇത്രയും പൈസ ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ ചോദിക്കുന്നു ആർക്കാണ് ഇത് കൊടുക്കാൻ പോകുന്നത് എന്നുള്ളത്. അപ്പൊ എല്ലാവർക്കും അവിടെ വീതിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത് ഈ പറയുന്ന സ്റ്റോർ റൂമിലേക്ക് വരുന്ന സാധനത്തിന്റെ കൂടെ വരുന്ന ആ പൈസ ഒരു 15,000 രൂപ ആ ബോക്സിനകത്തിരുന്ന് കിട്ടുന്നത് ഈ നെവിനാണ്. അതും നെവിനോടാണ് ചോദിക്കുന്നത്. നെവിൻ ആർക്കാണ് കൊടുക്കുന്നത്? നെവിൻ അക്ബറിന് കൊടുക്കുന്നു. ഇപ്പൊ അക്ബറിന് കൊടുത്തത് കൊണ്ടല്ല ഞാൻ പറയുന്നത്, അവിടെ എല്ലാവർക്കും ക്യാഷിന് ആവശ്യമുണ്ട്. ഇടയ്ക്ക് കിട്ടിയവർ ഭാഗ്യവന്മാർ, അത്രേ പറയാൻ പറ്റത്തുള്ളൂ. ഇതൊരു ഭാഗ്യത്തിന്റെ കളിയാണ് ഈ ക്യാഷ് എന്ന് പറയുന്ന സംഭവം. പങ്കെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ നെവിൻ ഇത് എടുക്കുകയും അത് നെവിന്റെ ഇഷ്ടത്തിന് നെവിൻ ആർക്കെങ്കിലും കൊടുക്കാം എന്ന് പറയുന്നതിലുമുള്ള ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ടാസ്കിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്നാണ് ലാലേട്ടൻ പറഞ്ഞത്. ശരിയാണല്ലോ, മണി ടാസ്കിൽ പങ്കെടുക്കാൻ പറ്റില്ല. നമ്മൾ എല്ലാവരും വീക്കെൻഡ് എപ്പിസോഡിൽ കണ്ടതാണ് ആ മണി എടുക്കാൻ പറ്റില്ല എന്നുള്ളത്. പിന്നെ അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ വെളി വെച്ചിരിക്കുന്ന ഇപ്പം മണി ബോക്സ് കൊണ്ടുവയ്ക്കുവാന്നിരിക്കട്ടെ, മണി ബോക്സ് കൊണ്ടുവയ്ക്കുന്നു, ഒരു 8 ലക്ഷം വെച്ചു, നെവിൻ പോയി എടുക്കുന്നു, ഉടനെ ബിഗ് ബോസ് പറയും
നെവിൻ നെവിൻ അത് എടുക്കാൻ പാടില്ല, നെവിൻ ഇത് ആർക്കെങ്കിലും കൊടുക്കാം എന്ന് പറഞ്ഞാൽ അത് എവിടുത്തെ ന്യായമാണ്? അപ്പൊ ഈ പോകുന്ന പോക്ക് കണ്ടാൽ അങ്ങനെയൊക്കെ സംഭവിച്ചു കൂടാ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? സംഭവിച്ചു കൂടായിക ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ നെവിൻ ഇതിൽ പങ്കെടുക്കുന്നതുകൊണ്ട്, നെവിന് ക്യാഷ് കിട്ടുന്നതുകൊണ്ട് നെവിൻ ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യാം. എന്ന് വെച്ചാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഒരാളെ വെച്ചേക്കുന്നത് പോലെ. നെവിന് വേണമെങ്കിൽ ഇതെല്ലാം അക്ബറിന് കൊടുക്കാം, അക്ബറിന് കൊടുത്തിട്ട് അക്ബറുമായിട്ട് ഒരു ഡീൽ ഉണ്ടാക്കാം. ആ ഡീൽ അവിടെ ഉണ്ടായി കഴിഞ്ഞു വെച്ചാൽ അക്ബറിനടുത്ത് 15,000 രൂപ അക്ബറിന് കൊടുത്തു കഴിയുമ്പോൾ പറയുന്നുണ്ട് ഞാൻ വെളിയിലേക്ക് വരുമ്പോൾ എനിക്ക് ഇത് തന്നേക്കണം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് തന്നെ അവർ സംസാരിച്ചിരുന്നു. മണി ടാസ്ക് ആദ്യത്തേതിനകത്ത് തന്നെ വീതിച്ചു കൊടുത്തില്ലേ, ആ വീതിച്ചു കൊടുത്ത സമയത്ത് തന്നെ അവിടെ അക്ബറുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇനി വല്ലതും വരുവാണെങ്കിൽ ഞാൻ തരാം, എനിക്ക് വെളിയിൽ വരുമ്പോൾ അത് ബിഗ് ബോസ് നമ്മളെ കേൾപ്പിക്കുന്നതുകൊണ്ട് പൈസ തരാം, അപ്പൊ എനിക്ക് വെളിയിൽ വരുമ്പോൾ തരണം എന്നുള്ള രീതിയിൽ ഇവരൊരു ഡീല് ആയിട്ടുണ്ട്. എന്തായാലും നെവിൻ ബുദ്ധിയില്ലാത്ത ആളൊന്നും അല്ലല്ലോ. നെവിൻ ചിന്തിക്കുകയാണ്, പങ്കെടുക്കണ്ടെന്ന് പറഞ്ഞു, ഞാനിപ്പോ പങ്കെടുക്കുന്നുണ്ട്, എനിക്ക് പൈസ കിട്ടുന്നുണ്ട്, അപ്പൊ ഞാൻ ആർക്കെങ്കിലും കൊടുക്കുകയും ചെയ്യാം, അപ്പൊ എനിക്ക് പങ്കെടുക്കാം. അപ്പൊ ഇനി എനിക്ക് അങ്ങനെ വല്ലതും കിട്ടുവാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ എടുക്കുവാണെങ്കിൽ അക്ബറിന് കൊടുത്ത് അക്ബറുമായിട്ടൊരു ഡീല് വെച്ചാൽ മതിയല്ലോ. ആ ഡീലിൽ കാര്യങ്ങളൊക്കെ അങ്ങ് നടന്നു പോകും. എന്നുവെച്ചാൽ വെളിയിൽ വരുമ്പോൾ അക്ബറിനോട് പൈസ വാങ്ങിച്ചാൽ മതിയല്ലോ, വേണേൽ പകുതി വെച്ചാലും വാങ്ങിച്ചാൽ മതിയല്ലോ. ഇപ്പൊ ടോട്ടൽ എല്ലാം കൂടെ 10-30,000 രൂപ വാങ്ങി ഒരു 15,000 രൂപ ഇങ്ങോട്ട് വാങ്ങിച്ചാൽ പോലെ. എന്തായാലും അത് ലാലേട്ടൻ പറഞ്ഞതിന് എഗൻസ്റ്റ് ആയിട്ടാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. ലാലേട്ടനെ ബിഗ് ബോസ് പോലും മാനിക്കുന്നില്ലെന്നാണ് തോന്നുന്നത്. ഞാൻ പറഞ്ഞത് ഇപ്പം നെവിൻ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞ ടാസ്കിൽ നെവിൻ പങ്കെടുക്കുന്നു. ബിഗ് ബോസിന് അറിയാം ഇത് ആർക്കാണ് കൊടുക്കാൻ പോകുന്നതെന്നുള്ളത്. ഉറപ്പായിട്ടും അക്ബറിനെ കൊടുക്കത്തുള്ളൂ എന്നറിയാം. ഇത്ര വലിയ എമൗണ്ട് ഒക്കെ വന്നു കഴിയുമ്പോൾ ഇവർ ഡീലിംഗ് ഉള്ളതുകൊണ്ട് അപ്പൊ അക്ബറിനെ കൊടുക്കത്തുള്ളൂ എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട്, പിന്നെ അക്ബറും നെവിനൊക്കെ അവരുടെ പുന്നാര മക്കളായതുകൊണ്ട് ഇതൊക്കെ നടക്കും. അപ്പൊ ഗെയിമിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അത് പങ്കെടുക്കുന്നു. അത് മാത്രമേ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നുള്ളൂ. പിന്നെ അതിനകത്ത് എടുത്തു പറയാൻ തക്കതായിട്ട് ഇന്ന് ഒന്നും നടന്നില്ല. ഇന്ന് പിന്നെ കിച്ചണിലൊക്കെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ലാസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ഈ മണി അടിക്കുന്ന ടാസ്ക് ആണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എല്ലാം കണ്ടിട്ടുണ്ട്, അങ്ങനത്തെ ടാസ്ക് കൊടുത്തിട്ടുണ്ട്. മണി കെട്ടിയിട്ടിട്ട് അനങ്ങുവാണെങ്കിൽ അവര് ബസർ അടിക്കുമ്പോൾ എവിടെ നിൽക്കുന്നോ അവിടെ നിൽക്കുക, അതിനുശേഷം ആ ബെല്ലടിക്കുവാണെങ്കിൽ ആള് പുറത്താകും. അതായിരുന്നു ടാസ്ക്. അവസാനം വന്നപ്പോൾ ആദിലയും അനുമോളുമായിരുന്നു. അവസാനം അനുമോളെ പുറത്താക്കി. എന്ന് വെച്ചാൽ അനുമോളെ ഒരുപാട് പേര്, അക്ബർ ആണെങ്കിലും നെവിൻ ആണെങ്കിലും എല്ലാവരും കോർണർ ചെയ്ത് അനുമോളുടെ അടുത്ത് തന്നെ ഇങ്ങനെ നിന്ന് ഇത് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആദിലടുത്ത് അങ്ങനെ അധികം ആരും പോയില്ല. പക്ഷെ അതിനകത്ത് ബെല്ലടിച്ച് പോയത് ഈ പറയുന്ന അനുമോളുടെ ആയിരുന്നു. അങ്ങനെ അനുമോൾ പരാജയപ്പെട്ടു. കണ്ടന്റ് ക്ഷാമം ഭയങ്കരമാണ്. ഇനിയിപ്പോ അങ്ങോട്ടും ഇങ്ങനെ തന്നെ ആണോ എന്ന് എനിക്കറിയത്തില്ല. സത്യത്തിൽ അവിടെ കണ്ടന്റ് കൊടുക്കുന്നത് ആരാണ് ഇപ്പോഴാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കണ്ടന്റ് എന്ന് പറഞ്ഞാൽ അനുമോൾ അനങ്ങിയാലേ ഉള്ളൂ അവിടെ കണ്ടന്റ്. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അവിടെ അനുമോള് എന്തെങ്കിലും ഒരു വിഷയത്തിൽ അനുമോൾ ഇടപെട്ടാൽ വീട്ടുകാരെല്ലാം കൂടെ ചേർന്ന് കോർണർ ചെയ്ത് അവിടെ വലിയൊരു കണ്ടന്റ് ഒക്കെ ഉണ്ടാക്കി മാറ്റും. ഇന്ന് അനുമോൾ അനങ്ങിയില്ല. അനുമോൾ ഡീസന്റ് ആയിട്ട് ഒരു പ്രശ്നത്തിനും പോകാതെ മാറി നിന്നു. അതുകൊണ്ട് ഇന്ന് അങ്ങനെയുള്ള കണ്ടന്റുകൾ, വലിയ കണ്ടന്റുകളൊന്നും ഇല്ല. പ്രൊമോയിൽ കാണിക്കാൻ മാത്രം ഈ നെവിന്റെ മണി കൊണ്ടുപോകുന്നതും അത് വെച്ചുള്ള പ്രൊമോ ഒക്കെ ഇറക്കിയത്. അപ്പം ഈ പി ആർ എന്ന് പറഞ്ഞ് കരഞ്ഞ് വിളിക്കുന്നവര് ഇപ്പൊ ഇത്രയും പേര് ആ വീട്ടിനകത്തുണ്ട്. അനുമോൾ അനങ്ങാതെ ഇരിക്കുന്നു. ആരാണ് അവിടെ കണ്ടന്റ് കൊടുക്കുന്നത്? ഒരു മരുന്നിന് പോലും ഒരു കണ്ടന്റ് ഉണ്ടോ? പിന്നെ കുറെ പേര് ഇവിടെ പറയുന്നത് കേട്ടു, ഇവിടുത്തെ ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ നെവിൻ ആണ് എന്ന് പറഞ്ഞിട്ട്. എന്നുവെച്ചാൽ നെവിൻ ഇന്ന് കാണിച്ച പരിപാടി, ലാലേട്ടൻ പങ്കെടുക്കരുതെന്ന് പറഞ്ഞിട്ടും പങ്കെടുത്തു. അതിനുശേഷം നെവിൻ കാണിച്ച പരിപാടി വെച്ചിട്ട് നെവിനാണ് ഗെയിം ചേഞ്ചർ എന്ന്. ഈ പറയുന്ന കാര്യത്തിന് ബിഗ് ബോസും കൂട്ട് നിന്നത് കൊണ്ട് അതൊരു ഗെയിം ചേഞ്ച് ആയിട്ടൊന്നും നമുക്ക് കരുതാൻ കഴിയില്ല. കാരണം ലാലേട്ടൻ പറഞ്ഞത് വെച്ച് ഇവൻ പങ്കെടുക്കാൻ പാടില്ല, മണി പൈസ എടുക്കാനേ പാടില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയുള്ള ഒരാള് പിന്നെ പോയി പൈസ എടുത്തിട്ട് അത് വീതം വെക്കുന്നു. അതിലെന്താണ് ഗെയിം ചേഞ്ച്? അല്ല, മനസ്സിലാവുന്നില്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു 10 ലക്ഷം രൂപ കൊണ്ട് അവിടെ വെച്ചാൽ ഈ പറയുന്നത് നെവിൻ പോയി എടുക്കുന്നു. നെവിൻ എടുത്തു കഴിഞ്ഞിട്ട് ബിഗ് ബോസ് പറയും നെവിൻ അത് എടുക്കാൻ പാടില്ല, നെവിൻ അത് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം. എന്തോ എനിക്കത് മനസ്സിലാവുന്നില്ല. ഇപ്പൊ എന്തായാലും ഇവരോടൊരു ഫേവറിസം ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. അത് ജയിലില് ആകെ 1/2 മണിക്കൂർ എങ്ങാണ്ട് ജയിലിൽ കിടന്നുള്ളൂ. എന്നിട്ട് ജയിലിൽ അടയ്ക്കുന്ന പോലെ ലാലേട്ടൻ വന്നിട്ട് ജയിൽ നോമിനേഷൻ ഒക്കെ നടത്തി ജയിലിലൊക്കെ അടച്ചിട്ട് പോയി. 1/2 മണിക്കൂറിനുള്ളിൽ വെളിയിൽ വന്നു. പെട്ടെന്ന് ആ ജാമ്യം കിട്ടിയത്. എന്നുവെച്ചാൽ വക്കീൽ ബെസ്റ്റ് വക്കീലായിരുന്നു. അതുകൊണ്ട് സുപ്രീം കോടതി വക്കീലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് ജാമ്യം കിട്ടി. അവർ ജയിലിൽ നിന്ന് ഇറങ്ങി. അപ്പൊ ഈ ജാമ്യം കൊടുത്ത ജഡ്ജി ആരാണ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്ന് വെച്ചാൽ 1/2 മണിക്കൂർ ഇട്ടില്ലല്ലോ. പ്രിയപ്പെട്ടവർ വന്നു കഴിഞ്ഞാൽ ഒന്ന് കണ്ണടയ്ക്കുന്നത് നല്ലതാണല്ലോ എന്ന് വിചാരിച്ച് കണ്ണടച്ചതായിട്ട് എനിക്ക് തോന്നി. നമ്മുടെ എല്ലാം കണ്ണിൽ പൊടിയിടുന്നത് പോലെയൊക്കെയാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, മാക്സിമം അവിടെ അക്ബറിനെയും നെവിനെയും ആയിരിക്കും ഇനി ബൂസ്റ്റ് ചെയ്യുന്നത്. അക്ബറിനെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കൂടുതൽ നെവിനെ ബൂസ്റ്റ് ചെയ്യും. ഇന്ന് അക്ബറും നെവിനും കൂടി ഇരുന്ന് നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. അക്ബറും നെവിനും കൂടി ഇരുന്ന് പാട്ട് പാടിക്കൊണ്ടേയിരിക്കുക. രണ്ടുപേരും കൂടെ പാട്ട് പഠിപ്പിക്കുന്നു. നെവിനെ കുറിച്ച് പാട്ട് അക്ബർ പഠിപ്പിക്കുന്നു. പിന്നെ ഇവർ രണ്ടും കൂടി ഇരുന്ന് പാട്ട് പാടുന്നു. എത്ര മണിക്കൂറാണ് അത് കാണിച്ചുകൊണ്ടിരുന്നത് ആ ഒരു ലൈവില്. അപ്പം ഇനിയുള്ള ദിവസങ്ങളിലും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ പറയുന്ന അക്ബറിനും നെവിനും സ്ക്രീൻ സ്പേസ് ശരിക്കും കൊടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.
പിന്നെ അനീഷും അനുമോളും തമ്മിലുള്ള ആ ഷാനവാസും ഇവരെല്ലാം കൂടെ കിച്ചണിൽ നിന്നുകൊണ്ടൊരു കോമഡി, ഇതൊക്കെയാണ് ഇന്ന് നടന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയാനൊന്നുമില്ല, എല്ലാവരും കണ്ടത് തന്നെയാണ്. പ്രത്യേകിച്ച് എടുത്തു പറയത്തൊക്കെ വലിയ ഇഷ്യൂവോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇഷ്യൂവും കാര്യങ്ങളെന്ന് വെച്ചാൽ കണ്ടന്റുകൾ ഇല്ല എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വേറൊന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനുമോൾ അനങ്ങിയില്ല, കണ്ടന്റ് നഹിഹേ നഹിഹേ. ലാലേട്ടൻ വന്നിട്ട് ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ പറയുന്നുണ്ടായിരുന്നു അനുമോളോട്, ഇവിടെ ആരും കണ്ടന്റ് ഒന്നും തരണ്ട, ഞങ്ങൾക്കറിയാം ഇവിടെ കണ്ടന്റ് ഉണ്ടാക്കാനാന്ന്. പക്ഷെ ഒന്നും കാണുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യം. അന്ന് മുതലേ പിന്നെ അനുമോളും ഉണ്ടായിരുന്നു, ഒരാഴ്ച കണ്ടന്റ് ഇല്ലായിരുന്നു, നമുക്കെല്ലാം അറിയാമായിരുന്നു. ആരും അവിടെ കണ്ടന്റ് ഉണ്ടാക്കുന്നതും കണ്ടില്ല, ബിഗ് ബോസും കണ്ടന്റ് ഉണ്ടാക്കുന്നത് കണ്ടില്ല. ഇന്നും അതുപോലെ തന്നെയാണ് മുന്നോട്ട് പോകുന്നതായിട്ട് എനിക്ക് തോന്നിയത്. അപ്പം ഈ പി ആർ ഞാൻ നേരത്തെ പറയാൻ വന്നത്, പി ആർ എന്ന് പറഞ്ഞ് വെളിയിൽ കിടന്ന് അലയ്ക്കുന്നവരൊക്കെ ഇത് കാണണം. അനുമോൾ അനങ്ങിയാലേ അവിടെ കണ്ടന്റ് ഉള്ളൂ. PR ആയിക്കോട്ടെ, AR ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. ഈ പറയുന്ന അനുമോള് അനങ്ങിയാ കുറ്റം, നിന്നാ കുറ്റം, നിവർന്നാ കുറ്റം, എല്ലാം കുറ്റം, അവസാനം PR-നും കുറ്റം. എന്ത് പറഞ്ഞാലും ഇപ്പൊ PR ആണല്ലോ വിഷയം. എല്ലാവരുടെയും വിഷയം ഇപ്പൊ അനുമോളുടെ PR ആണ്. ബാക്കിയുള്ളവർക്കൊന്നും അവിടെ PR ഇല്ല, അനുമോൾക്ക് മാത്രമേ ഉള്ളൂ PR. എനിക്കൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്, ഈ ആദില നൂറ ഇനി എക്സ്പോസ് ആകാനുണ്ട്. ഉറപ്പായിട്ടും ഇനി വരുന്ന ദിവസങ്ങളിൽ അവർ എക്സ്പോസ് ആകുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. എനിക്കറിയത്തില്ല, എന്ന് വെച്ചാൽ ഇന്നത്തെ അവരുടെ പ്രവൃത്തികൾ, അവരുടെ ഒരു സംസാരവും എല്ലാം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ഇനിയുള്ള മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഇവർ രണ്ടുപേരും എക്സ്പോസ് ആകാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് വരാൻ പോകുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവര് അനുമോളെ ഈ ആദില ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അത് പല സമയങ്ങളിലായിട്ട് നേരത്തെയും ചെയ്യുന്നുണ്ടായിരുന്നു, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അതിന്ന് പല വിഷയങ്ങളും നെവിനോട് സംസാരിക്കുന്നതായിട്ടും, നെവിനോട് ഒരു സോഫ്റ്റ് കോർണറായിട്ട് ഈ ആദില സംസാരിക്കുന്നതായിട്ടും, അതുപോലെ തന്നെ ഈ സാബുമാനെ ശരിക്കും ഈ പറയുന്ന അക്ബർ ചെയ്യുന്നുണ്ട്, ഒരു സൈഡിൽ ഇരുന്നുകൊണ്ട് തന്നെ അനുമോൾക്കെതിരെ തിരിച്ചുവിടുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഗ്യാങ്ങിനെതിരെ തിരിച്ചുവിടുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് ഇരുന്നുകൊണ്ട് തന്നെ ആദില സാബുമാനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ അനുമോളെ കുറിച്ച്, അനുമോള് അവർക്ക് കിച്ചൺ കിട്ടിയാൽ മതിയല്ലോ, അല്ലെങ്കിൽ അതാണ് ഇതാണുള്ളൊരു പുച്ഛഭാവത്തിലൊക്കെ സംസാരിച്ച് സാബുമാനോട് സംസാരിക്കുന്നുണ്ട് അനുമോളെ കുറിച്ച്. ആദില അവിടെ ഇരുന്നുകൊണ്ട് ഒറ്റയ്ക്ക് തന്നെ ഇരുന്ന് ക്യാമറയോട് സംസാരിക്കുന്നുണ്ട്. സംസാരിക്കാൻ പറയുന്നുണ്ട്, ടോപ്പ് 5-ൽ ആരൊക്കെ വരും, ഇനി അവള് കയറി, ഇനി മറ്റുള്ളവർ വരും, ഞാൻ വരുമോ എന്നുള്ള രീതിയിലൊക്കെ അവിടെ സംസാരിക്കുന്നുണ്ട്. ആദിലയ്ക്ക് അവിടെ ടോപ്പ് 5-ൽ വരണമെന്നുണ്ട്. 100 അവിടെ നിൽക്കുന്നത് കൊണ്ട് ഇനി എനിക്കും കൂടെ വരണം. അപ്പൊ അതിന് മിക്കവാറും ആദില കാണുന്ന ടാർഗറ്റ് ഉറപ്പായിട്ടും ഈ അനുമോള് തന്നെയായിരിക്കും. എനിക്ക് സംശയമുണ്ട്. എന്നുവെച്ചാൽ വേറെ ആരുടെ പോയാലും ഈ പണി നടക്കത്തില്ല. അതുകൊണ്ട് ഇപ്പൊ ഷാനവാസിനോട് പോയി നടക്കത്തില്ല, അനീഷിനോട് പോയിട്ട് പരാജയപ്പെട്ടു പോയി എന്ന് അനീഷിനോടും അതൊന്നും നടക്കത്തില്ല. അനീഷിനോട് ദേഷ്യമുണ്ട്, മനസ്സിൽ നല്ല ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്ന് പറഞ്ഞാലും അനീഷും ഇപ്പം അധികം ഈ ആദിലയുമായിട്ട് ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുള്ളത് കൊണ്ട് അതും നടക്കത്തില്ല. അപ്പൊ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അക്ബറുമായിട്ടോ ഇവരുമായിട്ടോ ഒന്നും ഫൈറ്റ് ചെയ്തിട്ട് കാര്യമില്ലെന്ന് കൃത്യമായിട്ട് ആദിലയ്ക്ക് അറിയാം. അപ്പൊ ആദില ഇനി കൂടുതലും അനുമോൾക്കെതിരെ തന്നെ ഫയർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്, എനിക്കങ്ങനെ തോന്നുന്നു. ഇന്ന് കണ്ട ഒരു ഇതിൽ വെച്ചിട്ട് നൂറയും ആതിരയും ഇപ്പം പഴയ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, ഈ പറഞ്ഞ റിയാസ് വന്നിരുന്ന സമയത്ത് അവരുടെ മൈൻഡ് എങ്ങനെ മാറിയോ ആ ഒരു രീതിയിലേക്ക് ഇപ്പോൾ വരുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം, അത്രേ പറയാൻ പറ്റും. ചിലപ്പം ഒന്നും നടക്കത്തില്ലായിരിക്കാം, ഞാൻ എൻ്റെ ഒരു ഗസ്സാണ് പറഞ്ഞത് കേട്ടോ. ചിലപ്പം ഒന്നും നടക്കത്തില്ല, അങ്ങ് പോകും, അത്രേ ഉള്ളൂ. വീക്കെൻഡ് ഇങ്ങനെ പടപ്പെട്ടി ടാസ്കുമായിട്ട് പിന്നെ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളായിട്ട് ഇങ്ങനെ പോകുമായിരിക്കാം. പക്ഷെ എന്റെ മനസ്സ് പറയുന്നത്, എനിക്ക് തോന്നുന്നത് ഇവർ രണ്ടുപേരും എക്സ്പോസ് ആകാൻ ചാൻസ് ഇനിയും ഉണ്ട് എന്നുള്ളതാണ് ഇവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. എന്നുവെച്ചാൽ ഞങ്ങൾക്ക് ഭയങ്കര ഫാൻ ബേസ് ഉണ്ട് വെളിയിൽ, ഞങ്ങൾ എന്തോ സംഭവമാണ്, എന്തോ വലിയ. നൂറയെ കുറിച്ച് പറയുകയാണെങ്കിൽ നൂറ അവിടെ എന്താ ടാസ്ക് കളിച്ചാണ് അവിടെ ടോപ്പ് 5-ലേക്ക് വരുന്നത്, ഫൈനാലെ കിട്ടിയത്. ഓക്കെ, പക്ഷെ അതിന് മുമ്പ് എന്ത് ഗെയിം കളിച്ചു, ഒന്നോ രണ്ടോ എപ്പിസോഡിൽ നമ്മൾ കണ്ടുകൊണ്ട് ഒന്ന് പൊട്ടിത്തെറിക്കുന്നു നോക്കുക. അതിനുശേഷം സൈലന്റ് ആയിരുന്നു ആള്, ഗെയിം ഒന്നും ഇല്ലായിരുന്നു. എന്നുവെച്ചാൽ അന്നൊന്നും നോമിനേഷനിൽ വന്നിട്ടില്ലായിരുന്നു. കൂടുതലും അവിടെ പലവട്ടം സേവായി ഇരുന്നു, പക്ഷെ ഗെയിമിലൊന്നും അധികമായിട്ട് വന്നിട്ടില്ല. അതുപോലെ തന്നെ ആദില ഇടയ്ക്ക് ക്യാപ്റ്റനായി, അതുകൊണ്ട് ആദില രക്ഷപ്പെട്ടു. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അവരുടെ മനസ്സിലെ വിചാരം, ഇപ്പൊ നൂറയ്ക്ക് അത് കൂടിയിട്ടുണ്ട്, ആത്മവിശ്വാസം കൂടിയിട്ടുണ്ട്. വെളിയിൽ ഇവർക്കൊരു വലിയൊരു ഹ്യൂജ് സപ്പോർട്ട് ഉണ്ട് എന്നുള്ളൊരു തോന്നൽ ഉറപ്പായിട്ടും ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഒരു അഹങ്കാരം സ്റ്റാർട്ട് ചെയ്യുന്നതാണോ എന്ന് എനിക്ക് ഇവർ തമ്മിലുള്ള കോൺവെർസേഷനും അതുപോലെ തന്നെ ആദില ഒറ്റയ്ക്ക് സംസാരിക്കുന്നതും എല്ലാം കേട്ടപ്പോൾ എനിക്ക് തോന്നിയതാണ് കേട്ടോ. ഓക്കെ, എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ, അല്ലാതെ എടുത്തു പറയത്തക്കതൊന്നും അവിടെ നടന്നില്ല അധികം ഇന്നത്തെ എപ്പിസോഡ്. പിന്നെ മണി ബോക്സ് എടുക്കുന്നു, ഓരോരുത്തർക്ക് 50,000, 10,000, 1000, 1500 ഇങ്ങനെയൊക്കെ പോകുന്നു. അപ്പൊ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ മാറ്റം നമുക്ക് കാണാം.